ഈ അടുത്ത ദിവസങ്ങളിൽ വളരെ പ്രമാദമായ ഒരു ബാങ്ക് കൊള്ള നടക്കുകയുണ്ടായി. ചാലക്കുടിയിൽ പത്രമാധ്യമങ്ങളിലും മീഡിയയിലൊക്കെ ഫുൾ പേജ് ന്യൂസ് ആയിരുന്നത് ഓർക്കുന്നുണ്ടോ? ഒരാൾ ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ശാഖയിലേക്ക് കയറി ചെന്ന് ഒരു കിച്ചൺ നൈഫ് ഉപയോഗിച്ച് അവിടെ നിന്ന് എത്രയാ 10-15 ലക്ഷമോ എന്തോ കൊള്ള നടത്തിപ്പോയ കാര്യം. അതും ഡയബറ്റിക് കെയർ ഇന്ത്യയായിട്ട് എന്ത് ബന്ധം എന്ന് ചോദിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം വെയിറ്റ് എ മൊമെന്റ്, ഹോൾഡ് ഓൺ. ആൻഡ് ഇൻ കേസ് യു ആർ നോട്ട് ലൈക്ഡ്, സബ്സ്ക്രൈബ്ഡ് ഓർ ഷെയർഡ്, പ്ലീസ് ഡു ദാറ്റ്. വളരെ രസകരമായിട്ടുള്ള ഒരു വിഷയമാണ്. ഇത് മുഴുവൻ കാണാൻ ശ്രമിക്കുക. കാരണം ഈ നാട്ടിലെ നമ്മൾ മനുഷ്യരുടെ ഒരു പ്രത്യേകത പരിഗണിച്ചാണ്, അല്ലെങ്കിൽ ആ പ്രത്യേകത ശ്രദ്ധിച്ചിട്ടാണ് നമ്മുടെ കേരള പോലീസ് ഈ കേസ് പൊളിച്ചത്. എന്ന് വെച്ചാൽ വെറും 48 മണിക്കൂറിനുള്ളിൽ ഈ പ്രതിയെ പൊക്കിയെടുത്തു. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാവോ? CCTVയും ഇതും മാനിയും ചേനയും എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അതിനേക്കാളുപരി ഈ പ്രതിയുടെ കോടവയറ് കണ്ടിട്ടാണ് അത്ര. Did you read that part of the news? Very interesting. അപ്പോൾ ഇദ്ദേഹം ബാങ്ക് കൊള്ളയ്ക്ക് പോയപ്പോൾ ഹിന്ദിയിലാണ് അത്രയും സംസാരിച്ചത്, തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട്. ആ നോർത്ത് ഇന്ത്യൻ ആണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദിയിൽ സംസാരിച്ചു. അപ്പോൾ ഈ ബാങ്കിൽ ഉദ്യോഗസ്ഥരൊക്കെ പോലീസിനോട് അങ്ങനെ പറഞ്ഞു, ഏതെങ്കിലും നോർത്ത് ഇന്ത്യൻ ആയിരിക്കാം. എന്നാൽ ഒരു പോലീസുകാരൻ ഈ പ്രതിയുടെ കൊടവയറ് ശ്രദ്ധിച്ചു. ആ കൊടവയറിൻ്റെ ഒരു പ്രത്യേകത കണ്ടിട്ട് പറഞ്ഞു വന്നു, ഇത് നോർത്ത് ഇന്ത്യൻ ആവാൻ സാധ്യതയില്ല, ഇത് മലയാളി ആവാനാണ് സാധ്യത എന്ന് പറഞ്ഞത്രേ. ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന വാർത്തയാണത്. ഇൻ കേസ് യു ഹാവ് നോട്ട് വാച്ച്ഡ് ഇറ്റ്, പ്ലീസ് ഡു ദാറ്റ്. വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പം ഞാനിത് കണ്ടപ്പോൾ എനിക്ക് അതിശയം തോന്നി. അതായത് ഒന്ന്, നമ്മുടെ പോലീസിൻ്റെ ആ സൂക്ഷ്മത, ഒബ്സർവേഷൻ, ദാറ്റ് ഈസ് വണ്ടർഫുൾ. ഇഫ് എനി ഓഫ് അവർ പോലീസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആർ വാച്ചിങ് ദിസ്, ഹാറ്റ്സ് ഓഫ് ടു യു. ഗംഭീരം. പോലീസ് സേനയ്ക്ക് ഒരു സല്യൂട്ട്. രണ്ട്, നമ്മുടെ നാട്ടുകാരുടെ ഒരു പ്രത്യേകത വിച്ച് മേക്സ് എസ് സോ ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്, മറ്റുള്ളവരിൽ നിന്ന് തികച്ചും വ്യത്യസ്തരാക്കുന്ന ഒരു പ്രത്യേകതയാണത്. പക്ഷെ ഈ പ്രത്യേകതയ്ക്ക് ഇപ്പോൾ ഒരു ബാങ്ക് കൊള്ളയുമായിട്ടുള്ള ബന്ധത്തിനേക്കാളുപരി നമ്മുടെ ആരോഗ്യവുമായിട്ട് വളരെ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. എന്താണ് ആ ബന്ധം? ഈ കൊടവയർ, ഈ പറഞ്ഞ പാറ്റേണിലുള്ള കൊടവയറിൻ്റെ പാറ്റേൺസ് പലതും ഉണ്ട് കേട്ടോ. പക്ഷെ സൗത്ത് ഇന്ത്യയിൽ പൊതുവെയും കേരളത്തിൽ പ്രത്യേകിച്ചും കാണുന്ന കൊടവയർ, എസ്പെഷ്യലി ആൽക്കഹോളിക്സിൽ, അതൊരു ഭയങ്കര പ്രശ്നം തന്നെയാണ്. കാരണം ഈ കൊടവയറിൻ്റെ ഒരു ഏറ്റവും പ്രധാന അപകടം എന്താണെന്ന് വെച്ചാൽ ഇതിൽ വിസറൽ ഫാറ്റ്, കൊടൽമാലകൾക്ക് ചുറ്റും അടിഞ്ഞുകൂടുന്നതുമായ പോയിന്റ് നമ്പർ 1. 2, കരളിൽ, ലിവറിൻ്റെ ഉള്ളിൽ അടിഞ്ഞുകൂടുന്നതുമായിട്ടുള്ള കൊഴുപ്പ് വളരെ കൂടുതലാണ്. അല്ലാണ്ട് പുറമേ തള്ളി നിൽക്കുന്ന ഒരു അവസ്ഥ എന്നുള്ളതിലുപരി അകത്ത് ഈ ഇൻറ്റസ്റ്റൈനൽ ലൂപ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഇടയിൽ ആണ് ഫാറ്റ് ഡെപ്പോസിഷൻ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. മിസെൻട്രി എന്ന് പറയും, ആൻഡ് ഒമെൻറ്റം, ഇതിലും പിന്നെ ലിവറിലും. അപ്പോൾ ഈ ഫാറ്റ്, ദിസ് ഫാറ്റ് ഇസ് മെറ്റബോളിക്കലി ഫാർ മോർ ആക്റ്റീവ്. സാധാരണ കാണുന്ന കൊഴുപ്പിന്, സാധാരണ ഇപ്പോൾ നോർത്ത് ഇന്ത്യൻസിലൊക്കെ ഇവിടെയൊക്കെ കൊഴുപ്പ് അടിഞ്ഞിട്ടുണ്ടാവും, ചന്തിക്കോ അല്ലെങ്കിൽ തുടകൾക്കോ ചുറ്റുമൊക്കെ കൊഴുപ്പ് അടിഞ്ഞിട്ടുണ്ടാവും. മൊത്തത്തിൽ അവർ തടിച്ച് കൊടുത്തിരിക്കുന്നവരായിരിക്കും, കൈയൊക്കെ നല്ലത്. എന്നാൽ അവരുടെ ആബ്ഡോമിനൽ ഫാറ്റ്, അതായത് ആൻറ്റീരിയർ ആബ്ഡോമിനൽ ഫാറ്റ് എന്ന് പറയും, ദാറ്റ് ഫാറ്റ് ഈസ് റിലേറ്റീവ്ലി ലെസ്. മലയാളികളുടെയോ എസ്പെഷ്യലി മദ്യപിക്കുന്നവരെ ആണെങ്കിൽ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഒറ്റ ചാട്ടമാണ് ഈ വയറിങ്ങനെ, അല്ലേ? ശരിയല്ലേ? ഒന്ന് ശ്രദ്ധിച്ചോളൂ, ആ പാറ്റേൺ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ദാറ്റ് ഈസ് എ ഹ്യൂജ് പ്രോബ്ലം. സോ മച്ച് സോ ദാറ്റ് ഹെൽമെറ്റ് വെച്ചിട്ട് മാസ്ക് വിട്ട് ഓരോ 2 മിനിറ്റ് കൂടുമ്പോഴും വേഷം മാറി വന്ന ഒരു കള്ളനെ തിരിച്ചറിയാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഡോക്ടറല്ല, പോലീസ് ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹത്തിന് പോലും ആ ഒരു പ്രത്യേകത, ആ ഒരു കൊടവയറിൻ്റെ ഒരു പ്രത്യേകത തിരിച്ചറിയാൻ സാധിച്ചുവെങ്കിൽ നമ്മളൊക്കെ ഡെയിലി ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഇത് കാരണം ഉണ്ടാകുന്നുണ്ട്. ഈ വ്യക്തികൾക്ക്
വളരെ തുടക്കത്തിൽ തന്നെ, വളരെ നേരത്തെ തന്നെ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ, മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ പല പ്രശ്നങ്ങളും, ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോളിൻ്റെ എനിക്ക് ഒരു കുഴപ്പമില്ല. കാരണം എന്താ, ഞാൻ എൻ്റെ കൊളസ്ട്രോൾ നോക്കിയപ്പോൾ 160 കണ്ടുള്ളൂ. റോങ്. അവിടെ ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്തിട്ടില്ല. ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്യാണ്ട് കൊളസ്ട്രോൾ അറിയാൻ പറ്റില്ല. പലപ്പോഴും ആദ്യം കൂടുന്നത് ഈ ഒരു ഘടകമായിരിക്കാം. വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഫാറ്റി ലിവർ ഞാൻ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റൊക്കെ നോർമലായിരുന്നു. റോങ്. അൾട്രാസൗണ്ട് ചെയ്തിട്ടില്ല. വേറെ പ്രധാനപ്പെട്ട ടെസ്റ്റുകളൊന്നും ചെയ്തിട്ടില്ല. ഫൈബ്രോ സ്കാൻ ഒരുപാടുണ്ട്. ഇതെല്ലാം നോക്കിയാൽ മാത്രമേ ഈ ആബ്ഡോമിനൽ ഫാറ്റ് എത്രത്തോളം അപകടം ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക. സോ യു ലൈക്ക് ദ ആംബിയൻസ്? ഐ ഹോപ്പ് യു ഡിഡ്. നല്ല ക്യൂട്ട് സ്ഥലമാണ്, വളരെ കോസി സ്ഥലം. റിങ്സ് കേക്ക്സ് എന്ന് പറയും. പനമ്പള്ളി നഗർ, എറണാകുളത്താണ്. ആൻഡ് ദിസ് ഇസ് വെയർ വി ആർ ഷൂട്ടിംഗ് ടുഡേ. ഹോപ്പ് യു ലൈക്ക് ദിസ് എപ്പിസോഡ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്യാൻ മറക്കണ്ട. ഫാറ്റി ലിവറിനെ കുറിച്ച് ഈ ചാനലിൽ ഒരുപാട് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ആൻഡ് പ്ലീസ് മേക്ക് ഷുവർ യു ഷെയർ ദം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.